കെ സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതി. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിൽ വർഗീയ ചേരിതിരിവും മതസ്പർദ്ധയും വളർത്തുന്ന പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതി. വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ കോൺഗ്രസിന്റെ പരിഗണന മുസ്ലിങ്ങൾക്ക് മാത്രമാണെന്നും കേരളത്തിൽ 80% കിട്ടുന്നത് മുസ്ലിങ്ങൾക്കെന്നുമായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഇതിനെതിരെ രാഷ്ട്രീയ യുവജനതാദളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. പങ്കുവെക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ഈ ചോദ്യം ഇടതുപക്ഷം കോൺഗ്രസും ചോദിക്കുന്നുണ്ടല്ലോ. ഇവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുണ്ട്. കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ്. 80-20 അനുപാതത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളാണ്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ അർഹമായിട്ടുള്ള ആനുകൂല്യം, വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ, സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ, മറ്റ് ആനുകൂല്യം കൊടുക്കുമ്പോൾ, തൊഴിലവസരങ്ങൾ കൊടുക്കുമ്പോൾ 80-20 ഇവിടുത്തെ അനുപാതം. അതെങ്ങനെ സാധിക്കുന്നത്? 19% വരുന്ന ക്രൈസ്തവർക്ക് കിട്ടേണ്ട ആനുകൂല്യം, ജനസംഖ്യാനുപാതിക ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. അതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമന്ത്രി അതാണ് പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാത്രമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് കേരള രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ സംഘടിത വോട്ട് ബാങ്ക് ഉണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണം. മറ്റുള്ളവരൊന്നും ന്യൂനപക്ഷത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ് കേരളത്തിലുള്ളത്. ചർച്ച ചെയ്യേണ്ടത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇന്ന് BJP സ്ഥാനാർത്ഥി ശ്രീ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിലെ വാചകം ഒരിക്കൽ പോലും ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നോ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്നോ വരാൻ പാടില്ലാത്ത സമീപനമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വിഭാഗീയത ഉണ്ടാക്കുക, വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുക. അദ്ദേഹത്തോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തോടു കൂടിയും ഒരുമിച്ച് പോകുന്ന വന്യമൃഗ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, കാർഷിക മേഖലയിലെ പ്രതിസന്ധിയുടെ സമയത്ത് ഒന്നിച്ചു നിന്ന് സ്നേഹത്തിന്റെ ഇണക്ക് ചരടിൽ അതിജീവന പോരാട്ടം നടത്തുന്ന ജനതയാണ് വയനാട്ടിലെ ജനത. ഈ ജനതയുടെ മുമ്പിൽ വിഭാഗീയതയുടെ വിത്തിട്ട് ആ പരിപ്പ് വയനാടിന്റെ വറവ് ചട്ടിയിൽ വേവിക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ സമീപനം ഒരു കാരണവശാലും നടക്കില്ല. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, നേരത്തെ പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസംഗം അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം സമീപിക്കാനുള്ള സൂചനകൾ ഇപ്പോൾ അവർ നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ കെ സുരേന്ദ്രനും സമാനമായി തന്നെ അതിനെ ന്യായീകരിക്കുന്നു. ഇതിനെതിരെ ഏത് തരത്തിലാണ് കോൺഗ്രസ് കേരളത്തിൽ പ്രചരണം നടത്തുന്നത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെ കൽപ്പറ്റയിലെ BJP ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിലാണ് BJP സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ വിഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ കോൺഗ്രസ് എപ്പോഴും പ്രീണനം കാണിക്കുന്നത് മുസ്ലിം സമുദായത്തോട് മാത്രമാണ് എന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. സംസ്ഥാനത്ത് 80% ഇത്തരത്തിലുള്ള ആനുകൂല്യം കൈപ്പറ്റുന്നത് മുസ്ലിം സമൂഹമാണ് എന്നും 19% വരുന്ന ക്രൈസ്തവ സമൂഹത്തോട് ഇരു മുന്നണികളും അവഗണന തുടരുകയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് കെ സുരേന്ദ്രൻ നടത്തിയത്. ഇത് വിഭാഗീയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രസ്താവന എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുവജനതാദളിന്റെ ജില്ലാ പ്രസിഡന്റ് മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് സ്ഥാനാർത്ഥി കൂടിയായ കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി. അതിൽ തുടർ നടപടികൾ ജില്ലാ കളക്ടർ മറ്റ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക. എന്തായാലും അതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി KPCC വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന T സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. വിഭാഗീയ ശ്രമങ്ങൾ വയനാട്ടിൽ വിലപ്പോവില്ല. കാട്ടാന ആക്രമണം അടക്കം ഉണ്ടായ സമയത്ത് ഒന്നിച്ചു നിന്ന ജനതയാണ് വയനാട്ടിലേത്. അവർക്കിടയിൽ 4 വോട്ടിന് വേണ്ടി വിഭാഗീയ ശ്രമങ്ങൾക്ക് കെ സുരേന്ദ്രൻ ശ്രമം നടത്തിയാൽ അത് ആ പരിപ്പ് ഇവിടെ വേഗില്ല എന്ന തരത്തിലുള്ള പരാമർശമാണ് T സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.